ഇന്ത്യ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ലോകത്തിലെ 7ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന പല പ്രദേശങ്ങളും ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആ ഒരു ഭൂപ്രദേശത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നേരിട്ട് വന്നിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യ. രണ്ട്, 560-ൽ പരം നാട്ടുരാജ്യങ്ങൾ. ഇതുകൂടാതെ ഗോവ, പോണ്ടിച്ചേരി തുടങ്ങിയ ചില പോർച്ചുഗീസ്, ഫ്രഞ്ച് കോളനികളും ഇന്ത്യയിലുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാനുള്ള ഒരു തീവ്ര പരിശ്രമം തന്നെ നടക്കുന്നുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്തത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന, ആദ്യ ഹോം മിനിസ്റ്റർ ആയിരുന്ന സർദാർ ശ്രീ വല്ലഭായ് പട്ടേലാണ്. നയതന്ത്ര ചർച്ചകളിലൂടെയും ശ്രദ്ധേയമായ പല മിലിറ്ററി ഓപ്പറേഷൻസിലൂടെയും സർദാർ പട്ടേൽ തന്റെ ഈ ദൗത്യം വളരെ മനോഹരമായി പൂർത്തിയാക്കി നമുക്ക് പറയാം. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ, ആദരവോടെ ദ അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ ഈ ഉരുക്കു മനുഷ്യൻ നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1948 സെപ്റ്റംബർ മാസം നടന്ന ഓപ്പറേഷൻ പോളോ ആണ്. ഈ ഓപ്പറേഷൻ പോളോയിലൂടെയാണ് ഹൈദരാബാദ് എന്ന് പറയുന്ന നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നത്. ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു ചിത്രത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ? അദ്ദേഹമാണ് ഹൈദരാബാദിന്റെ അവസാനത്തെ നിസാമായിരുന്ന, അതായത് അവസാനത്തെ ഭരണാധികാരിയായിരുന്ന മിർ ഒസ്മാൻ അലി ഖാൻ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഹൈദരാബാദ്. ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായിരുന്ന, ഇന്ന് ഏകദേശം 1000 കോടി രൂപ മൂല്യം വരുന്ന ജേക്കബ് ഡയമണ്ട് തന്റെ പേപ്പർ വെയിറ്റായി ഉപയോഗിച്ച അവസാനത്തെ ഹൈദരാബാദിന്റെ നിസാം മിർ ഒസ്മാൻ അലി ഖാൻ. എങ്ങനെയാണ് ഈ ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമാകുന്നത്? എന്താണ് ഓപ്പറേഷൻ പോളോ? അറൗണ്ട് ദ വേൾഡ് സീരീസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ചരിത്രമാണ്. ഹൈദരാബാദ് എന്ന അന്നത്തെ ആ നാട്ടുരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഇന്ന് വരുന്നത് ഇന്നത്തെ തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. ഹൈദരാബാദ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രധാന ചരിത്രം തുടങ്ങുന്നത് 1687-ലാണെന്ന് പറയാം. 1687-ൽ അന്നത്തെ മുഗൾ രാജാവായിരുന്ന ഔറംഗസേബ് ഡെക്കാൻ കീഴ്പ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഗോൽക്കൊണ്ട സുൽത്താനായിട്ട് പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഹൈദരാബാദ് മുഗൾ സാമ്രാജ്യത്തിന് കീഴിലേക്ക് വരുന്നത്. അതായത് അവസാനത്തെ പ്രധാനപ്പെട്ട മുഗൾ രാജാവ് മരിക്കുന്നത് 1707-ലാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം മുഗൾ സാമ്രാജ്യം കാര്യമായി ക്ഷയിക്കുന്നുണ്ട്. അക്കാലയളവിൽ മുഗളന്മാരുടെ വൈസ്രോയി ആയിരുന്ന അസഫ് ജാ ഒന്നാമൻ 1724-ൽ ഹൈദരാബാദ് എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം സ്ഥാപിക്കുകയും അതിന്റെ ആദ്യ നിസാമാവുകയും ചെയ്യുന്നു. ഈ പരമ്പരയിൽപ്പെട്ട അവസാനത്തെ നിസാം അഥവാ അസഫ് ജാ 7-ാമനാണ് അവസാനത്തെ ഹൈദരാബാദ് നിസാമായിരുന്ന മിർ ഒസ്മാൻ അലി ഖാൻ. അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറയുന്നത് 1911 മുതൽ 1948 വരെയായിരുന്നു. ബ്രിട്ടൻ ഇന്ത്യയിൽ അവരുടെ സർവാധിപത്യം സ്ഥാപിക്കുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ഇതിനായി അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ച അവരുടെ ഒരു പോളിസിയാണ് സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ. ബ്രിട്ടീഷ് അധീശത്വം ഇന്ത്യയിൽ ഉറപ്പുവരുത്തുന്നതിനായി വെല്ലസ്ലി പ്രഭു 1798-ൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സബ്സിഡറി അലയൻസ്. ഈ വ്യവസ്ഥ ആദ്യം ഒപ്പുവെച്ച് ബ്രിട്ടീഷ് സംരക്ഷണത്തിലേക്ക് വന്ന ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം കൂടിയാണ് ഹൈദരാബാദ്. പിന്നീട് നടന്ന ബ്രിട്ടീഷ് മറാത്ത യുദ്ധങ്ങളിൽ, ബ്രിട്ടീഷ് മൈസൂർ യുദ്ധങ്ങളിൽ, 1857-58-ലെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ വരെ ബ്രിട്ടീഷ് അനുകൂല നിലപാടാണ് ഹൈദരാബാദ് നിസാം സ്വീകരിച്ചത്. 1947 ജൂലൈ മാസമാണ് അന്നത്തെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുന്നത്. ഈ നിയമപ്രകാരം അന്ന് ഇന്ത്യക്കകത്തുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നുകിൽ ഇന്ത്യയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമാകാം. ഇത് രണ്ടുമല്ലെങ്കിൽ ഇവർക്ക് സ്വതന്ത്രമായി നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ബ്രിട്ടൻ നൽകിയിരുന്നു. ഇന്ത്യയുടെ ഭൂപ്രദേശത്തോട് ചേർന്ന് കിടന്നിരുന്ന 550-ൽ പരം നാട്ടുരാജ്യങ്ങൾ 1947 ഓഗസ്റ്റ് 15-ഓടെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. എന്നാൽ ഇതിന് വിസമ്മതിച്ച 3 പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളാണ് ജമ്മു ആൻഡ് കാശ്മീർ, ഇന്ന് ഗുജറാത്തിൽ വരുന്ന ജുനഗഡ്, പിന്നെ ഹൈദരാബാദ്. ഹിന്ദു ഭൂരിപക്ഷം വരുന്ന എന്നാൽ വലിയൊരു മുസ്ലിം ന്യൂനപക്ഷമുള്ള ഒരു മുസ്ലിം ഭരണാധികാരി ഭരിച്ചിരുന്ന ഹൈദരാബാദ് അന്നൊരു സ്വതന്ത്ര നാട്ടുരാജ്യമായി നിൽക്കാനാണ് ആഗ്രഹിച്ചത്. മധ്യ ഇന്ത്യയിലെ ഡെക്കാൻ പീഠഭൂമിയിൽ ഏകദേശം 83,000 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഹൈദരാബാദ്, അന്ന് 16 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഹൈദരാബാദ്, ഇന്ത്യയുടെ വടക്കിനെയും തെക്കിനെയും ബന്ധിപ്പിക്കുന്ന ഹൈദരാബാദ്. അതായത് ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു ഹൈദരാബാദ് എന്ന് പറയുന്ന നാട്ടുരാജ്യം. ആദ്യം സ്വതന്ത്രമായി നിൽക്കണമെന്ന് പറഞ്ഞിരുന്ന ഹൈദരാബാദ് പതുക്കെ പാകിസ്ഥാനുമായി അടുക്കാൻ തുടങ്ങിയത് ഇന്ത്യക്ക് മനസ്സിലായിരുന്നു. അങ്ങനെയാണ് സർദാർ വല്ലഭായ് പട്ടേലും അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവും ഒരു മിലിറ്ററി ഓപ്പറേഷൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അന്ന് വളരെ പ്രശസ്തമായി ശ്രീ പട്ടേൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഹൈദരാബാദ് എത്രയും പെട്ടെന്ന് ഇന്ത്യയുമായി സംയോജിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ ഉദരത്തിലെ ഒരു ക്യാൻസറായി അത് മാറിയേക്കാം. അങ്ങനെയാണ് 1948 സെപ്റ്റംബർ മാസം ഓപ്പറേഷൻ പോളോ എന്നൊരു മിലിറ്ററി ഓപ്പറേഷൻ നടക്കുന്നത്. 1948-ൽ ഹൈദരാബാദിലെ നിസാമിന്റെ സേനയിൽ ഏകദേശം 24,000 അംഗങ്ങളുണ്ടായിരുന്നു. ഇവരെ നയിച്ചിരുന്ന മേജർ ജനറലാണ് സയ്യിദ് അഹമ്മദ് എൽ എദ്രൂസ്. ഇവരെ കൂടാതെ ഏകദേശം 2 ലക്ഷം ആൾക്കാർ വരുന്ന ഒരു സായുധ സംഘം, റസാക്കർ എന്നറിയപ്പെട്ടിരുന്ന ആ സായുധ സംഘവും നിസാമിന്റെ സഹായത്തിനായി ഉണ്ടായിരുന്നു. ഈ റസാക്കർമാരെ നയിച്ചിരുന്നത് കുപ്രസിദ്ധനായ ഖാസിം റിസ്വിയാണ്.
അക്കാലത്ത് ഹൈദരാബാദിൽ വർഗീയ ലഹളകൾ അഴിച്ചുവിട്ടതിലും ഹൈദരാബാദിനെ പാകിസ്ഥാനോട് ചേർക്കാൻ ശ്രമിച്ചതിലും ഇന്ത്യയോട് സംയോജിപ്പിക്കാൻ ശ്രമിച്ചവരുടെ കൊലപാതകങ്ങളിലും ഖാസിം റസ്വിക്ക് ചെറുതല്ലാത്ത പങ്കുണ്ടായിരുന്നു. ഓപ്പറേഷൻ പോളോയ്ക്ക് ശേഷം അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുന്നു. പിന്നീട് ജയിൽ മോചിതനാകുന്നു. ഒടുവിൽ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് കുടിയേറുന്നുണ്ട്. അങ്ങനെ 1948 ഹൈദരാബാദ് പിടിച്ചെടുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ ആർമി തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഗൊഡാർഡ് പ്ലാൻ. അന്നത്തെ ഇന്ത്യൻ ആർമിയുടെ സദേൺ കമാൻഡിന്റെ ചീഫായിരുന്ന നോർമൻ ഗൊഡാർഡാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അങ്ങനെ 1948 സെപ്റ്റംബർ 13 പുലർച്ചെ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ പോളോ ആരംഭിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിന് പ്രധാന നേതൃത്വം നൽകിയത് പിൽക്കാലത്ത് ഇന്ത്യൻ ആർമിയുടെ തന്നെ ചീഫായി മാറിയ ജയന്തോ നാഥ് ചൗധരിയാണ്. അങ്ങനെ 5 ദിവസം നീണ്ട ചെറുത്തുനിൽപ്പിനൊടുവിൽ നിസാമിന്റെ സൈന്യം ഇന്ത്യൻ സൈന്യത്തോട് കീഴടങ്ങുന്നുണ്ട്. സെപ്റ്റംബർ 18 വൈകുന്നേരം ഏകദേശം 4 മണിക്ക് എദ്രൂസിന്റെ നേതൃത്വത്തിലുള്ള ഹൈദരാബാദ് സൈന്യം ജയന്തോ നാഥ് ചൗധരിക്ക് മുന്നിൽ കീഴടങ്ങുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 40,000-ഓളം ആളുകളാണ് ഇക്കാലയളവിൽ മരണപ്പെട്ടത്. എന്നാൽ മരണസംഖ്യ 40,000 അല്ല, ഏകദേശം 2 ലക്ഷം കവിഞ്ഞിരുന്നു എന്ന് പറയുന്ന കണക്കുകളുമുണ്ട്. ഓപ്പറേഷൻ പോളോയ്ക്ക് ശേഷം, അതായത് 1948 സെപ്റ്റംബറിന് ശേഷം 1950 ജാനുവരി 25 വരെ, അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന്റെ തലേ ദിവസം വരെ ഹൈദരാബാദ് മിലിറ്ററി ജനറലായിരുന്ന ജയന്തോ നാഥ് ചൗധരിയുടെ കീഴിലായിരുന്നു. 1950 മുതൽ 1952 വരെ ഹൈദരാബാദ് എന്ന സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി വന്നത് മലയാളിയായിരുന്ന MK വെള്ളോടിയായിരുന്നു. 1952 മുതൽ 1956 വരെ ഹൈദരാബാദിന് രണ്ടാമത്തെയും അവസാനത്തെയും മുഖ്യമന്ത്രിയായി വന്നത് ബുറുഗുല രാമകൃഷ്ണ റാവു ആയിരുന്നു. ഇദ്ദേഹത്തിനുമുണ്ട് ഒരു കേരള കണക്ഷൻ. 1956 മുതൽ 1960 വരെ കേരളത്തിന്റെ ഗവർണർ ഇദ്ദേഹമായിരുന്നു. നമുക്കറിയാം, സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് അഥവാ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള നിയമം നിലയിൽ വരുന്നത് 1956 ഈ നിയമത്തിന് ശേഷം ഹൈദരാബാദ് സംസ്ഥാനത്തിന്റെ പല പ്രദേശങ്ങളും ആന്ധ്ര, മൈസൂർ, ബോംബെ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് മാറുന്നുണ്ട്. 1956 മുതൽ 2014 വരെ അവിഭാജ്യ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായിരുന്നു ഹൈദരാബാദ്. 2014 ജൂൺ മാസം 2-ാം തീയതിയാണ് ആന്ധ്രാപ്രദേശ് വിഭജിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനമായ ദ യങ്ങസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ തെലങ്കാന ജനിക്കുന്നത്. ഇന്ന് തെലങ്കാനയിലെ ഏറ്റവും വലിയ നഗരവും തലസ്ഥാന നഗരിയുമാണ് ഹൈദരാബാദ്. 1948 ഹൈദരാബാദ് എന്ന് പറയുന്ന നാട്ടുരാജ്യം ഒരു മിലിറ്ററി ഓപ്പറേഷനിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ സെപ്റ്റംബർ 17 ഇന്ന് ഹൈദരാബാദ് വിമോചന ദിനം അല്ലെങ്കിൽ ഹൈദരാബാദ് ലിബറേഷൻ ഡേ ആയി വർഷാവർഷം ഇന്ത്യ സർക്കാർ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ പോളോയുടെ ഹൈദരാബാദിന്റെ ഒരു ലഘുചരിത്രം ഈ എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിന്റെ പല കോണുകളിൽ നടക്കുന്ന ഏത് വിഷയത്തെപ്പറ്റി അറിയാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മളതൊരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. അറൗണ്ട് ദ വേൾഡ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.